അനിൽ ആന്റണിയുടെ പിതാവല്ലേ AK ആന്റണി? AK ആന്റണിയുടെ പിതാവല്ലല്ലോ അനിൽ ആന്റണി. അനിൽ ആന്റണി കാലഹരണപ്പെട്ട നേതാക്കളെ കുറിച്ച് പറഞ്ഞത് AK ആന്റണിയുടെ പത്രസമ്മേളനത്തിന് ശേഷമാണ്. അതിന് ഞാനിതിലെ മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ മറുപടിക്ക് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതിന് മറുപടി അർഹിക്കുന്നില്ല. പറഞ്ഞ പറഞ്ഞോണ്ടിരിക്കട്ടെ. അയാൾക്ക് ആർക്കെങ്കിലും എതിരായിട്ട് എന്തെങ്കിലും പറയട്ടെ. സ്വന്തം അപ്പനെതിരായി പറഞ്ഞ് മതിയായപ്പോൾ പിന്നെ ബാക്കിയുള്ളവരെ കുറിച്ച് പറയുന്നു, അത്രയേ ഉള്ളൂ. വേറെ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുക. അനിൽ ആന്റണി ഇവിടെ ബംഗാളിൽ, അതുപോലെ തന്നെ മണിപ്പൂരിലല്ലോ, നമ്മുടെ ത്രിപുരയിൽ, ആ രണ്ട് സ്ഥലത്തും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ നയിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചരണം നിങ്ങളെല്ലാം മാധ്യമങ്ങളിൽ കാണുന്നുണ്ടല്ലോ. വിമൻ ബാസു പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അവിടെ കോൺഗ്രസുമായി ചേർന്നാണ് മത്സരിക്കുന്നത്. മണിക് സർക്കാർ കഴിഞ്ഞ ആഴ്ച നടത്തിയ അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം മലയാള പത്രങ്ങളൊക്കെ കൊടുത്തു. അദ്ദേഹം പറഞ്ഞെന്താ, രാജ്യത്ത് BJP ഉയർത്തുന്ന വെല്ലുവിളിയെ നേരിടാൻ കോൺഗ്രസ് ഉൾപ്പെടുന്ന മതേതര ശക്തികൾക്കേ കഴിയൂ. 2 പോളിറ്റ് ബ്യൂറോ മെമ്പർമാർ ഇന്ത്യ സഖ്യത്തിനോടൊപ്പമാണ് നിൽക്കുന്നത്. മാത്രമല്ല, പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ മെമ്പറാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. ഏറ്റവും ഒടുവിൽ നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുള്ള ഡൽഹിയിലെ രാംലീല ഗ്രൗണ്ടിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം എല്ലാവരും കണ്ടതല്ലേ? CPI സെക്രട്ടറിയുടെ സാന്നിധ്യം കണ്ടതല്ലേ? സീതാറാം യെച്ചൂരി എല്ലാ ഘട്ടങ്ങളിലും എന്താ പറയുന്നത്? ഇന്ത്യ സഖ്യം ശക്തിപ്പെടണം, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് BJPക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന ഒരേ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏക മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പ്രധാനമന്ത്രിയോട് തന്നെ അഭ്യർത്ഥിച്ചു പരസ്യമായി, എന്തിനാണ് പ്രധാനമന്ത്രി 6ാം പ്രാവശ്യം മെനക്കെട്ടിങ്ങോട്ട് വരുന്നത്? ഇവിടെ മോദിയേക്കാൾ ഏറ്റവും ശക്തമായി രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും എതിർക്കുന്നത് ആരാണ്? BJPയുടെ താരപ്രചാരകനായി ഇന്ന് കേരളത്തിലെ ഇലക്ഷൻ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നത് ശ്രീ പിണറായി വിജയനാണ്. അതുകൊണ്ട് പിണറായി വിജയൻ എന്ന സ്റ്റാർ ക്യാമ്പയിനർ കേരളത്തിൽ BJPക്ക് വേണ്ടി പ്രചരണം നടത്തുമ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇങ്ങോട്ട് വരണ്ട, അത് സമയം അതിനുവേണ്ടി ചെലവഴിക്കേണ്ട എന്ന് ഞങ്ങൾ പറഞ്ഞത് അതുകൊണ്ടാണ്. അനിൽ ആന്റണി ഇന്ന് പത്തനംതിട്ടയിൽ താങ്കൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു. താങ്കൾക്കെതിരെ മാത്രമല്ല, കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ആരാണ് യുവ നേതാവ്? 55 വയസ്സായ രാഹുൽ ഗാന്ധി അതോ 80 വയസ്സ്? ഞാൻ പറയട്ടെ, അനിൽ ആന്റണി കാലഹരണപ്പെട്ട നേതാക്കളെ കുറിച്ച് പറഞ്ഞത് AK ആന്റണിയുടെ പത്രസമ്മേളനത്തിന് ശേഷമാണ്. അതിന് ഞാനിതിലെ മറുപടി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ മറുപടിക്ക് ഞാൻ മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതിന് മറുപടി അർഹിക്കുന്നില്ല. അല്ല, അതിന് മറുപടി അർഹിക്കുന്നില്ല. അല്ല, അതൊക്കെ നമുക്ക് വേറൊരവസരത്തിൽ ചോദിച്ചാൽ ആളുകളുടെ പ്രായവും ഏജ് പിന്നെ ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് നിങ്ങളുമായിട്ടൊരു സംവാദത്തിന് ഞാൻ തയ്യാറാണ്. ഇപ്പോ അനിൽ ആന്റണി പറഞ്ഞതിന് മറുപടി അർഹിക്കുന്നില്ല. അനിൽ ആന്റണി പറഞ്ഞതിനൊന്നും മറുപടി അർഹിക്കുന്നില്ല. എന്നെ കുറിച്ച് പറഞ്ഞതിന് മറുപടി അർഹിക്കുന്നില്ല. അതല്ല, അനിൽ ആന്റണിക്ക് കൊടുക്കുന്ന മറുപടി എന്താ? ആന്റണിക്ക് കൊള്ളാൻ അനിൽ ആന്റണിയുടെ പിന്നെ എന്താണ് പിതാവല്ലേ AK ആന്റണി? AK ആന്റണിയുടെ പിതാവല്ലല്ലോ അനിൽ ആന്റണി. ഇന്നലെ പറയാനുള്ളത് പറഞ്ഞു, ഇനിയൊന്നുമില്ല. പറഞ്ഞോണ്ടിരിക്കട്ടെ. അയാൾക്ക് ആർക്കെങ്കിലും എതിരായിട്ട് എന്തെങ്കിലും പറയട്ടെ. സ്വന്തം അപ്പനെതിരായി പറഞ്ഞ് മതിയായപ്പോൾ പിന്നെ ബാക്കിയുള്ളവരെ കുറിച്ച് പറയുന്നു, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, പിതർനിന്ദ ഇന്നലെ പറഞ്ഞതിലെല്ലാം ഉണ്ട്. കാണിച്ചവര് പുത്രനെ കുറിച്ച് അവിടുത്തെ വോട്ടർമാർ വിലയിരുത്തും. വേറെ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുക. അനിൽ ആന്റണി ഇവിടെ